2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള 4 പ്രധാന മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നും എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നു. നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം എന്നിവയ്ക്ക് പുറമെ മറ്റു 3 മണ്ഡലങ്ങളിലും സാധ്യതയുണ്ടെന്നും ബി.ജെ.പി. കണക്കാക്കുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ വിജയസാധ്യതയെന്ന പ്രതീക്ഷയുമായി ബി.ജെ.പി. നേരത്തെ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രാഥമിക വിലയിരുത്തലിലാണ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ. കേരളത്തിലെ എ ക്ലാസ് മണ്ഡലത്തിൽ എണ്ണം കൂടുമെന്നും ബി.ജെ.പി. കണക്കുകൂട്ടുന്നുണ്ട്. ഏതൊക്കെ സീറ്റുകളിലാണ് വിജയസാധ്യതയെന്ന് പരിശോധിക്കാം. 4 വിജയം ഉറപ്പെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഷാനവാസ് പാദൂർ മത്സരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാൻ ഇടയായെന്നും ഇത് എം.എൽ. അശ്വിനിയുടെ വിജയത്തിന് സഹായകമാകുമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബി.ജെ.പി. ഏറെ പ്രതീക്ഷയോടെ കാണുന്ന കഴക്കൂട്ടത്തും ചാത്തന്നൂരും തൃശൂരിലും വിജയിക്കാൻ സാധ്യത കൂടുതലാണെന്നും കാട്ടാക്കടയിലും വട്ടിയൂർക്കാവിലും തിരുവല്ലയിലും കനത്ത പോരാട്ടം നടന്നുവെന്നും ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തി. ഇത്തവണ സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ബി.ജെ.പി. നേതൃത്വം കണക്കാക്കുന്നുണ്ട്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ 78.81% പോളിംഗ്. നിലവിൽ യു.ഡി.എഫിലെ മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് മണ്ഡലം. ഷാനവാസ് മത്സരിച്ചതോടെ വോട്ടുകൾ വിഭജിച്ചെന്നും ഇത് എൻ.ഡി.എക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നുമാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചില്ലെന്ന വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ട്. FCRA നിയമഭേദഗതി ക്രൈസ്തവ വോട്ടുകളെ അകറ്റിയോ എന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത്. പ്രതീക്ഷിച്ച ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാതെ വരികയും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തെങ്കിലും ഫലം തിരിച്ചടിയാകുമോ എന്ന സംശയമാണ് ഉയരുന്നത്. ഇതിനിടെ സഭാ നേതൃത്വങ്ങൾക്കെതിരെ പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനയിൽ ബി.ജെ.പി. നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഇരുവരുടെയും പ്രസ്താവനയിൽ ന്യൂനപക്ഷ മോർച്ചയ്ക്കും അതൃപ്തിയുണ്ട്. അനവസരത്തിലുള്ള പ്രസ്താവനയാണ് പി.സി. ജോർജും ഷോൺ ജോർജും നടത്തിയത് എന്നാണ് പൊതുവെയുണ്ടായ വിലയിരുത്തൽ. ഇരുവരുടെയും പ്രസ്താവന വിവിധ സഭകളുമായുള്ള ബി.ജെ.പി. ബന്ധത്തെ ബാധിക്കുമെന്നും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. അവസാന നിമിഷം ഉയർന്നുവന്ന വോട്ടിന് പണം നൽകിയെന്നും കിറ്റ് നൽകിയെന്നുമുള്ള വിവാദങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാലക്കാട് നിലനിൽക്കുന്നുണ്ട്. നിയമം തിരിച്ചുപിടിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെയാണ് പാർട്ടി ഇറക്കിയതെങ്കിലും മണ്ഡലത്തിൽ ജയം ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് ഇത് തിരിച്ചടിയാകും. കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് നരേന്ദ്രമോദി പറയുന്നു. സ്ത്രീകൾ വലിയ തോതിൽ ബൂത്തിലെത്തിയത് ഗുണമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പശ്ചിമബംഗാളിലെ കത്തുവയിൽ വിപുലമായ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ മറികടന്ന് ബി.ജെ.പി. കരുത്തു തെളിയിക്കുന്ന കാഴ്ചയാണ് വോട്ടിംഗ് ശതമാനത്തിലൂടെ തെളിയുന്നത്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം മാറ്റത്തിന്റെ സൂചനയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിൽ വലിയ തോതിൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ എവിടെയൊക്കെ വർധനവുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ബി.ജെ.പി. വൻ വിജയം നേടിയിട്ടുണ്ട് എന്ന് മോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ബി.ജെ.പിയുടെ വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബൂത്തുകളിലെ ഈ വലിയ പങ്കാളിത്തം. കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായ LDF-നും UDF-നും പരാജയഭീതിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇരുമുന്നണികൾക്കും വിജയമുറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പരമ്പരാഗതമായി മാറി മാറി ഭരിക്കുന്ന രീതിയിൽ നിന്ന് മാറി വികസനത്തിന് വോട്ട് ചെയ്യുന്ന ഒരു ജനത കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ബംഗാളിലെ സ്ഥിതിയും കേരളത്തിന് സമാനമാണെന്ന് നരേന്ദ്രമോദി പറയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിന് അറുതി വരുത്താൻ ബംഗാൾ ജനത വിധിയെഴുതും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ പശ്ചിമബംഗാളിലും കേരളത്തിലും ബി.ജെ.പിയുടെ സ്വാധീനം നിർണായകമായി മാറുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.